ഈ സമരമൊക്കെ സമാധാനത്തോടു കൂടി കൊണ്ടുപോകാനാണ് ഞങ്ങൾ നിലവിൽ ഉദ്ദേശിക്കുന്നത്. അതല്ല മറിച്ചൊരു എക്സ്ട്രീമും എക്സ്റ്റൻറ്റുമാണ് വിജയൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനകത്തൊന്നും പോകാൻ ഞങ്ങൾക്കൊരു മടിയില്ല. അത് വെറുതെ പറയുന്നതല്ല, ഞങ്ങൾ നന്നായി തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. അങ്ങനെയൊന്നും പേടിപ്പിക്കാനായിട്ട് വിജയൻ നിൽക്കില്ല, അങ്ങനെയൊന്നും പേടിക്കുന്ന ആളുകളുമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് ഈ വിഷയങ്ങളിലെല്ലാം ഇന്നലെ അവർ ചെയ്തൊരു ധർമ്മസമരം, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, ഞങ്ങൾ ചെയ്യുന്നത് സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ട്, ഇനിയൊരു ചെറുപ്പക്കാരൻ അത്തരത്തിൽ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സമരങ്ങൾ ഞങ്ങൾ ക്യാരി ചെയ്ത് നൽകി. ഇന്നലെ ഇവിടെ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ മാത്യുവും ഷിയാസും അകാരണമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. പെട്ടെന്നുള്ള അറസ്റ്റാണ്. സ്വാഭാവികമായിട്ടും സമരപ്പന്തലുണ്ടായിരുന്ന രാത്രിയിൽ സ്ത്രീകളടക്കം ഉള്ള ആളുകൾ സമരം ചെയ്തു. ഒന്നുമില്ല, റോട്ടിൽ പോയിട്ട് സമാധാനത്തോടെ മുദ്രാവാക്യം വിളിച്ച് കൂട്ടിയിരുന്നു. പോലീസുകാരെന്താ ചെയ്തത്? ഇവിടുത്തെ ഒരു AC-യും ഒരു CA-യും കൂടെ ചേർന്നിട്ട് അവരെ അസഭ്യ വർഷം ചൊരിഞ്ഞു. കേട്ടാലറയ്ക്കുന്ന വാക്കുകൾ കൊണ്ട് സ്ത്രീകളെ അധിക്ഷേപിച്ചു. വ്യംഗ്യമായ അശ്ലീല ചുവയുള്ള ആംഗ്യങ്ങൾ കാണിച്ചു. ഇരുട്ടിൻ്റെ മറവിലേക്ക് പ്രവർത്തകരെ കൊണ്ടുപോയി കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. ഒരു കാര്യം പറയട്ടെ വിനീത, ഞങ്ങളതൊന്നും നോക്കി നിൽക്കില്ല. ഇവിടെ ഈ സത്യാഗ്രഹ പന്തലിൽ, നിരാഹാര പന്തലിൽ ഞങ്ങൾ ഇരിക്കുന്നുവെങ്കിലും ഞങ്ങൾ നിരാഹാര പന്തലിലാണ് ഇരിക്കുന്നത്. മൃതശരീരങ്ങളായിട്ട് മോർച്ചറിയിലിരിക്കുകയല്ല. ഞങ്ങളുടെ പ്രവർത്തകരെ കൈകാര്യം ചെയ്യാൻ പോലീസ് ഇറങ്ങിയാൽ ആ പോലീസിനെ കൈകാര്യം ചെയ്യാനൊക്കെ ഞങ്ങൾക്കറിയാം. ഈ നാട്ടിലെ ജനങ്ങൾ ഈ പോലീസിനൊന്നും മാനിക്കുന്നില്ല, ഈ സർക്കാരിനെ മാനിക്കുന്നില്ല. നമ്മൾ പുല്ലുവില പോലും ഈ സർക്കാരിൻ്റെ പോലീസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് കള്ളന്മാർക്ക് എസ്കോർട്ട് പോകുന്ന പോലീസാണ്. കൊള്ളക്കാരനായ മുഖ്യമന്ത്രിക്ക് കാവൽ നിൽക്കുന്ന കാവൽക്കാരനാണ്. ആ വിലയൊക്കെ ഈ പോലീസ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ സമരപ്പന്തലങ്ങ് പൊളിച്ചാൽ ആ സമരം അവസാനിക്കുന്നൊന്നും വിജയനും വിജയൻ്റെ കൂട്ടുകാരും വിചാരിക്കേണ്ട. ഈ സമരപ്പന്തൽ കിട്ടിയിരിക്കുന്ന കേരളത്തിലെ കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ മനസ്സിലാണ്. ഈ സമരപ്പന്തൽ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ മാത്രമാണ്. ഇതങ്ങോട്ട് തകർത്താൽ ഈ സമരം അങ്ങ് ഇല്ലാതായി പോകുന്നൊക്കെ വിജയൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. രാഹുൽ, ഇന്നലെ മാത്യു കുഴൽനാടനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ വലിയ പ്രതിഷേധമുണ്ട്. SFI ഉൾപ്പെടെ പ്രതിക്കൂട്ടിലായതാണ്. അതിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പോലീസ് നടപടികളുടെ വലിയ ബഹളം ഉണ്ടാക്കുന്നത് എന്നാണ് മാത്യു കുഴൽനാടൻ തന്നെ പറഞ്ഞത്. താങ്കൾക്കും അത് തോന്നുന്നുണ്ടോ? സംശയം എന്താ? സിദ്ധാർത്ഥൻ്റെ കൊലപാതകം കേരളീയ പൊതുസമൂഹത്തെ വളരെ ആഴത്തിൽ ഹൃദയത്തിൽ ബാധിച്ചൊരു വിഷയമാണ്. താങ്കൾ ഒന്ന് ആലോചിച്ചു. ഈ മാധ്യമപ്രവർത്തകയുടെ വോട്ടൊന്ന് ഊരി വെച്ചിട്ട് ഒരമ്മയായി, ഒരു സഹോദരിയായി, ഒരു മകളായി നിന്നുകൊണ്ട് ചെയ്യുന്നത് സിദ്ധാർത്ഥൻ്റെ കൊലപാതകം എത്രമാത്രം ആഴത്തിലാണ് വിനീതയെ ബാധിച്ചതെന്ന് വിനീത ആലോചിച്ചു. അപ്പോൾ മനസ്സിലാകും ഈ കൊലപാതകത്തിൻ്റെ വ്യാപ്തി കേരളീയ പൊതുസമൂഹത്തിൽ. അതിനെ വാർത്തകൾ വളച്ചൊടിച്ച് വാർത്തകളെ വേറെ വഴിയിലൂടെ വിട്ട് ആനയൊക്കെ ഇറങ്ങുന്ന വിജയൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ആ ആനയൊക്കെ വിജയൻ ഇങ്ങനെ സ്തുതിക്കാൻ ആഗ്രഹിക്കുക. കാരണം അത്രയും നേരം ആന ഇറങ്ങുന്ന, ആന സംഹാരതാണ്ഡവം ആടുന്ന സമയത്തെങ്കിലും ഈ വിജയൻ്റെ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകൾ ജനങ്ങളൊന്നും മറക്കുമല്ലോ എന്നാണ് വിജയൻ വിചാരിക്കുന്നത്. വെറുതെയാണ്. ആനയ്ക്കെതിരായിട്ട് സമരം ഉണ്ടാകും, സെക്രട്ടേറിയറ്റിലെ മരപ്പട്ടിക്കെതിരായിട്ട് സമരം ഉണ്ടാകും, വിജയനെതിരായിട്ട് സമരം ഉണ്ടാകും. ആ സമരത്തെ നിങ്ങളങ്ങ് കലാപകലുഷിതമാക്കിയിട്ടങ്ങ് അവസാനിപ്പിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ വിജയനോട് പറയാനായിട്ടുള്ളത് നമുക്ക് തെരുവിൽ കാണാം. ഏത് തരത്തിലെ സമരം വേണ്ടെന്ന് വിജയൻ തീരുമാനിച്ചു. വിജയനെങ്കിൽ വന്നാൽ മതി, വാ മോനെ വിജയ എന്ന് തന്നെ വിളിച്ചിട്ടാണ് ഞങ്ങളിവിടെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് സമരത്തെ അങ്ങനെയൊന്നും അക്രമത്തിലൂടെ ഇല്ലാതാക്കാമെന്ന് വിജയൻ വിചാരിച്ചാൽ വെറുതെയാണ്.